ഇപ്പോൾ ഡോക്ടർ ഷൈജിമോൻ സാമ്പത്തിക വിദഗ്ധൻ, അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ഷൈജിമോൻ, അവ്യക്തതകൾ, ആശയക്കുഴപ്പങ്ങൾ ധാരാളമുള്ള ഒരു കരാറാണ് എന്നാണ് ഒരു വിലയിരുത്തൽ. കാരണം ഇന്ത്യ പൂർണ്ണമായും ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്കടക്കം തീരുവ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഇതുപോലുമുണ്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട്. പക്ഷേ നേരത്തെ ഉയർത്തിയ തീരുവ മാത്രമാണ് അമേരിക്ക കുറയ്ക്കുന്നത്. അത് ആത്യന്തികമായി ആർക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് പ്രധാനം. രഞ്ജിത്ത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു ഫ്രെയിം വർക്കാണ്, ഒരു ചട്ടക്കൂടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കരാറ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുമെന്നാണ് ഇനി വരും ആഴ്ചകളിലാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ആഴ്ചയോട് കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്, എനിക്ക് തോന്നുന്നത് രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മുന്നോട്ട് പോകാൻ പര്യാപ്തമായിട്ടുള്ള ഒരു കരാറാണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ തന്നെ പറയുന്നുണ്ട് $500 ബില്യൺ അടുത്ത 5 വർഷം കൊണ്ട് നമ്മൾ വ്യാപാരം നടത്തും, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പല ഡിഫൻസ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കുമെന്ന് പറയുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി തിരിച്ച് നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച, രഞ്ജിത്ത് ഇപ്പം കുറച്ചു നേരമായിട്ട് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ, നമ്മുടെ പ്രോഡക്ട്സിന്റെ തീരുവകൾ മൊത്തത്തോടെ ഉള്ളത് നമുക്കറിയാം 50% കൂട്ടിയിരുന്നു. നേരത്തെ 25% എന്നുള്ളത്, അതിൽ 25% ഇപ്പൊ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ പിഴ ചാർജ് എന്ന് പറഞ്ഞ് നമ്മുടെ റഷ്യ ആയിട്ടുള്ള എണ്ണ ഡീലിംഗുമായിട്ട് ബന്ധപ്പെട്ടത് ഓൾറെഡി മാറ്റി. അടുത്ത ആഴ്ചയാണ് അടുത്ത ആഴ്ചയോടുകൂടി 25% നിന്ന് 18% ആക്കുമെന്ന് പറഞ്ഞു ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ ടാക്സ്. ഇതിൽ തന്നെ നമുക്ക് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല പ്രോഡക്ട്സും ഇന്ത്യയിൽ നിന്ന് US കയറ്റുമെന്നത് സീറോ ഡ്യൂട്ടിയിലേക്ക് എത്തി. അതായത് ഇപ്പൊ ജെംസ് ആൻഡ് ജുവലറി നമ്മൾ നോക്കിയാൽ നമ്മുടെ എക്സ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ജെംസ് ആൻഡ് ജുവലറി, ഡയമണ്ട്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇതുപോലെ തന്നെ മെഷീനറി പാർട്സ് അല്ലെങ്കിൽ എഞ്ചിന്റെ പാർട്സ്, ഓട്ടോമോട്ടീവ് പാർട്സ്. ഈ ഓട്ടോമോട്ടീവ് പാർട്സ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇടയ്ക്ക് ടാരിഫ് വേരിയേഷൻ വന്നപ്പോൾ അത് വളരെ വലിയ ഇഷ്യൂ ആയി. അപ്പം അവിടുത്തെ കാറുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഓട്ടോമോട്ടീവ് പാർട്സ് കൂടുതലായിട്ട് അതൊക്കെ സീറോ ഡ്യൂട്ടിയാണ്. അപ്പൊ അങ്ങനെ സീറോ ഡ്യൂട്ടി ആക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, നമ്മുടെ ഇവിടുത്തെ ഉൽപാദനം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൂടുകയും, അങ്ങനെ കൂടുമ്പോൾ നമ്മുടെ MSMEs, ചെറുകിട ഇടത്തര ഇൻഡസ്ട്രീസ് വളരെ പരിപോഷിക്കപ്പെടും. അത് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. ഇനി അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ കാര്യത്തിൽ വന്നാൽ, നമ്മുടെ കയറ്റുമതി കാര്യത്തിൽ സീറോ ഡ്യൂട്ടി ഏർപ്പെടുത്തിയ കുറെ കാര്യങ്ങളുണ്ട്. അതായത് സ്പൈസസ്, ടീ, കോഫി, കൊപ്ര, കോക്കനട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വെജിറ്റബിൾ ഓയിൽസ്, അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ്, സെവറൽ ഫ്രൂട്ട്സ് ഐറ്റംസ്, ബനാന, ഈ ഗുവ, മാംഗോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നും മറ്റ് സൗത്ത് അമേരിക്കൻ കൺട്രീസിൽ നിന്നാണ് അമേരിക്കയിലേക്ക് കൂടുതൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവർക്കൊക്കെ ടാക്സ് കൂടുതലും, നമുക്ക് സീറോ ടാക്സിലേക്ക് വരുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ ഒരുപാട് വാങ്ങിക്കും. അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ അത്തരത്തിലുള്ള കർഷകർ, അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ ഒരുപാട് കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇമ്പോർട്ട്സ് നോക്കിയാൽ, ഈ ഇതുപോലെയുള്ള സാധനങ്ങൾ ഇമ്പോർട്ട്സ്, ഇപ്പൊ ആപ്പിൾസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ റിപ്പോർട്ട് സൂചിപ്പിച്ചു. പക്ഷെ ആപ്പിൾസിന്റെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര ശതമാനമാണ്, മുഴുവൻ സീറോയിലല്ല പറഞ്ഞിരിക്കുന്നത്, എത്ര ശതമാനമാണ് കുറയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോ കാശ്മീറും അല്ലെങ്കിൽ ഹിമാചലിലും ഒക്കെ ആപ്പിൾ ഉള്ളതാണ്. പക്ഷെ എന്നാലും ഇത് ബ്രാൻഡഡ് ആപ്പിൾസ് നമുക്ക് ഇപ്പൊ തന്നെ വരുന്നുണ്ട്, മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് ആപ്പിൾസ് വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ടാക്സ് കുറയ്ക്കുമെന്ന് പറയും. നമ്മുടെ ഏറ്റവും വലിയ വറി ഈ DDCS എന്ന് പറയപ്പെടുന്ന ഈ ചോളത്തിൽ നിന്നുണ്ടാക്കുന്ന ഈ ഫീഡുകൾ, അതായത് ഈ ഫീഡുകൾ, അതിൽ ഒരു ചോളം കർഷകരെ ബാധിക്കുമെന്ന് പറയുന്നു. പക്ഷെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ പറ്റി ഇനി കൂടുതലായിട്ട് അതിന്റെ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. പിന്നെ നട്ട്സ് പൊതുവേ നമ്മളിപ്പം രാജ്യത്ത് വളരെ ഡിമാൻഡ് കൂടുകയാണ്. നമ്മൾ പ്രോഗ്രസീവ് ആകുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ജനങ്ങൾ ഇപ്പൊ ഒരുപാട് നട്ട്സ്, ഈ വാൾനട്ട് അല്ലെങ്കിൽ പിസ്റ്റ, ആൽമണ്ട്സ്, ഇങ്ങനെയുള്ള സംഗതി, ഇങ്ങനെയുള്ളതിന്റെയൊക്കെ ടാക്സ് ഇതെല്ലാം കൂടുതൽ വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ളതിന്റെയൊക്കെ ടാക്സസ് ഒരുപാട് കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ക്യാൻസർ ട്രീറ്റ്മെന്റ്, ഹാർട്ട് ട്രീറ്റ്മെന്റ്, ന്യൂറോളജിക്കൽ ട്രീറ്റ്മെന്റ്, കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ സംഗതികൾ, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, കമ്പ്യൂട്ടറിന്റെ ഉപകരണങ്ങൾ, ഇതിന്റെ ഒക്കെ ടാക്സസ് കുറയ്ക്കുകയാണ്. ഇതൊക്കെ ഒരുപാട് സംഗതികൾ നമുക്ക് BPOസും ഒക്കെ ഫ്ലറിഷ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ഇടയാക്കും. അപ്പൊ കേരളത്തിന്റെ സമയത്തുള്ള എനിക്ക് ഏറ്റവും സന്തോഷം ഉള്ള കാര്യമാണ്, കേരളത്തിന്റെ ഒരുപാട് മേഖലകൾ പ്രധാനമായിട്ട് എക്സ്പോർട്ട് ഉള്ള ഏരിയകളിലെല്ലാം കേരളത്തിന് ഒരുപാട് ഇപ്പൊ സീ പ്രോഡക്ട്സ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, കോക്കനട്ട്സ്, കോഫി, ഇങ്ങനെയുള്ള സംഗതികൾക്കെല്ലാം, അതുപോലെ തന്നെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ എക്സ്പാൻഷനൊക്കെ കേരളത്തിൽ ഒരുപാട് വരുമാനം ജനറേറ്റ് ചെയ്യാനും ഇൻകം ജനറേറ്റ് ചെയ്യാനും ഇൻഡസ്ട്രി ഒരുപാട് പരിപോഷിക്കപ്പെടുന്നതിനും ഇത് സഹായിക്കുമെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. അപ്പൊ ഓവറോൾ ഞാനിപ്പോ പെട്ടെന്ന് അതിന്റെ ട്രീറ്റി ആയിട്ട് വരണം. അതായത് ട്രീറ്റി ആയിട്ട് സൈൻ ചെയ്ത ട്രീറ്റി വന്നാലേ നമുക്കത് എങ്ങനെ എഫക്റ്റീവ് ആണെന്ന് ഗവൺമെന്റിന് ഇറക്കാൻ പറ്റുള്ളൂ. ഇപ്പം പറയുന്നത് ഒരു ഫ്രെയിം വർക്ക്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഫ്രെയിം വർക്ക് പുറത്തുവിട്ട് ഇപ്പൊ മീഡിയയും ജനങ്ങളും ഒക്കെ ഒന്ന് ഡിസ്കസ്
ചെയ്ത് അത് എങ്ങനെയാണ് അതിന്റെ എന്തൊക്കെ റിയാക്ഷൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം മേ ബി ഒരു മാർച്ചോട് കൂടി പൂർണ്ണമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. നന്ദി ശ്രീ ഷൈജുമോൻ. താങ്കളുടെ പ്രതികരണത്തിന് ശ്രീ എം എസ് വേണുഗോപാൽ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം എസ് വേണുഗോപാൽ, ഇപ്പോൾ ഒരു ഫ്രെയിം വർക്ക് അത് പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് അത്തരത്തിൽ പൂർണ്ണമാകുമ്പോൾ മാത്രം ആകുമോ ഇപ്പോൾ ഉണ്ടാകുന്ന അവ്യക്തതകൾ പരിഹരിക്കപ്പെടുക? ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആശങ്കകളും പ്രതിപക്ഷമടക്കം ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തുന്നതുമൊക്കെ പരിഹരിക്കാൻ സർക്കാരിനാകുമെന്ന് പ്രതീക്ഷിക്കണം. അല്ല, ഇതിനകത്ത് ആശങ്കയ്ക്ക് ഒരു വകയുമില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ട്രഡീഷണൽ മാർക്കറ്റ് ആയിരുന്നു US. ആ US നഷ്ടപ്പെട്ടതോടുകൂടി നമ്മൾ വളരെ വിഷമത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു എക്സ്പോർട്ട് സെന്റർ തന്നെ നമുക്കില്ലാതായി. ടെക്സ്റ്റൈൽസ് ആയാലും ലെതർ ഗുഡ്സ് ആയാലും നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ആയാലും ജ്വല്ലറി ആയാലും ജെംസ് ആയാലും എല്ലാത്തിലും നമുക്ക് അടി കിട്ടുന്ന ഒരു സംഗതിയാണ് വന്നത്. നമ്മൾ മറ്റ് പല മാർക്കറ്റുകൾ സെർച്ച് ചെയ്തെങ്കിലും അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത് പൂർണ്ണമായിട്ടും നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ 10 മാസം കൊണ്ടോ നമുക്ക് അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സന്ദർഭത്തിൽ നമുക്ക് US മാർക്കറ്റ് തിരിച്ചു വന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മിറക്കിളാണ്. ആ മിറക്കിൾ സംഭവിച്ചത് നാം ബാധി ദൈവം ബാധി എന്ന് പറയുന്നത് പോലെ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ഒരു വലിയ വർക്കാണ്. ആ വർക്ക് വഴി UK നമ്മൾ ആദ്യം കയ്യിലെടുത്തു. ആ UKയുടെ വിശ്വാസ്യത നേടിക്കൊണ്ട് UKയിലുള്ള ഫ്രീ ട്രേഡ് അടക്കമുള്ള വ്യാപാരം വന്നതോടുകൂടി അത് യൂറോപ്യൻ യൂണിയന് മൊത്തത്തിൽ നമ്മളോടൊരു സ്നേഹബന്ധം വന്നു. ആ സ്നേഹബന്ധം എന്ന് പറയുന്നത് അവരുടെ തകർന്ന ചില എക്കോണമിയിലെ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഈ ട്രേഡ് ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ആ ഉപകാരം അവര് യൂസ് ചെയ്തു. അത് നമ്മളിപ്പോ യൂറോപ്യൻ യൂണിയനുമായിട്ടും എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രംപിന് മറ്റൊരു മാർഗമില്ല. US മൊത്തത്തിൽ യൂറോപ്യൻ യൂണിയൻ വരെ ഇന്ത്യയുമായി സഹകരിക്കുന്നു എന്നുള്ളത് വന്നപ്പോൾ ട്രംപ് ചെയ്തത് വലിയൊരു അബദ്ധമാണ് എന്നുള്ള ഒരു വിശകലനമാണ് അവിടുത്തെ പത്രമാധ്യമങ്ങൾ അടക്കം നടത്തിയത്. അതിൽ നിന്ന് തലയൂരാനാണ് അദ്ദേഹം 500 ബില്യന്റെ ട്രാൻസാക്ഷൻ നടക്കും, ഞങ്ങൾ ഇപ്പോ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാനുള്ള നടപടികൾ എടുക്കും, ഇന്ത്യയിലേക്ക് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് അടക്കം മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും, അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള കരാറ് റദ്ദ് ചെയ്തുകൊണ്ട് സീറോ ഓയിൽ ഇമ്പോർട്ട് ആയിട്ട് നമ്മൾ മാറ്റും എന്നൊക്കെ എന്നൊക്കെ ട്രംപ് പറഞ്ഞത്. അതൊന്നും സത്യത്തിൽ ഫലവത്താകുന്ന കാര്യങ്ങളല്ല. കാരണം ഒരു ട്രീറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാവുന്നതല്ലേ. ഇപ്പൊ നമ്മൾ അമേരിക്കയുമായിട്ട് ട്രീറ്റി ഉണ്ടാക്കി അല്ലെങ്കിൽ റഷ്യയുമായിട്ടൊരു ട്രീറ്റി ഉണ്ടാക്കി. ആ ട്രീറ്റി ഒരു ദിവസം രാവിലെ ഏതെങ്കിലും ഒരു രാജ്യം പറയുന്നത് കേട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രാജ്യം പോലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പാർലമെന്റ് നാളെ ഒരു തീരുമാനം എടുക്കുകയാണ്, നാളെ മുതൽ നമ്മളിപ്പോ നടത്തിയിരിക്കുന്ന എല്ലാ ട്രേഡുകളും കട്ട് ചെയ്യണമെന്ന് അത് പറ്റില്ല. അത് നമുക്ക് സമയബന്ധിതമായി നിർത്താം, പക്ഷെ നിർത്തുന്നതിന് പോലും സമയബന്ധിതമായേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ നമ്മൾ പൂർണ്ണമായും നിർത്തുക ഇല്ല എന്നുള്ളത് അമേരിക്കയ്ക്കും ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഇന്ത്യ രണ്ടാമത്തെ ഓയിൽ ഇമ്പോർട്ട് മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ കൂടുതൽ ബലം പിടിച്ചാൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് അമേരിക്ക അറിയാം. ശരി, നന്ദി ശ്രീ എം എസ് വേണുഗോപാൽ താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ നീങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു അന്തിമ രൂപരേഖയാകുമ്പോൾ അതിലൊരു കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.